എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ചൊക്കെ ആയി വീഡിയോ ചെയ്തിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞൊരു കുന്നിൻ്റെ മേലാണ്, തൃശ്ശൂരത്തെ പെരുവമ്മലയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ എത്തി. ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. ഞങ്ങൾ സൺറൈസ് കാണേണ്ട ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ ഈ പെരുവമ്മലയ്ക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു ഒരുപാട് പേരുടെ പെരുവമ്മല വീഡിയോസ് എല്ലാം നന്നായിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, തനിച്ചല്ല, അബീത്ത് എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ടാവും. അവനോട് ഡ്രോൺ വളർത്തണ്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിൽ ഡ്രോണിലെ കുറച്ച് വിഷ്വൽസ് ഉണ്ടാവും. നമ്മളെ ഡ്രോണൊന്നുമില്ല, എനിക്കിത് ഓപ്പറേറ്റ് ചെയ്യാനും അറിയില്ല. അവനക്കറിയാം, അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പെരുവമ്മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു കുന്നിൻ്റെ മേലെ ഒരു ഒറ്റപ്പെട്ടൊരു കുന്ന്, ഒരു 50 ഏക്കറുകളുള്ള ഒരു വലിയ കുന്ന്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൊരു ശിവൻ്റെ ഒരു ക്ഷേത്രമാണ് ഇവിടെ മേലിൽ. അപ്പോൾ 6:30ക്കാണ് ഇവിടെ നട തുറക്കുക. 6 മണിയായിട്ടുള്ളൂ. അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ നട തുറക്കും. അപ്പോൾ ഇതിൻ്റെ മേലിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സൂര്യോദയം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്ത് 4 ദിക്കിന്ന് കണ്ടത് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇത് ക്ഷേത്രം. ഇവിടെ ആലുണ്ട്, അവിടെ ഒരു ആലുണ്ട്. പിന്നെ ആ ഭാഗത്ത് നിന്ന് കിഴക്കുന്നത് സൂര്യൻ ഉദിച്ചിങ്ങനെ പൊങ്ങുന്നുണ്ട്. അങ്ങനെ ചുറ്റുവട്ടം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ശോഭമാളുടെ ഭാഗം. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഈഗിൾ വ്യൂ കിട്ടും. പല ടൗണിൻ്റെയും തൃശ്ശൂരിൻ്റെ, ഗുരുവായൂരിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവണില്ല. അവിടെ ഇവിടെയും കുറേ പള്ളി, ടവർ അതൊക്കെ കാണുന്നുണ്ട്. ഇത് എവിടത്തെയാണ് എന്നുള്ളത് മനസ്സിലാവണില്ല. പിന്നെ കുറേ മയിലുകൾ അവിടെ ഇവിടെ കിടന്ന് കരയുന്നുണ്ട്. ഇവിടേക്ക് പാർട്ടിക്കൊന്നും കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും നാട്ടിലും ഉണ്ടാവും നമ്മളുടെ ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം. വലിയ കാര്യമായിട്ട് നമ്മൾ കരുതൂല, പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഈ സ്ഥലങ്ങളിങ്ങനെ മിസ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു വൈബുള്ളൊരു സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത്. ഒരു വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്കൊരു 1 കിലോമീറ്ററിൽ താഴെ, 1 കിലോമീറ്റർ തന്നെ കൂട്ടിക്കോ, കുത്തനെയുള്ള കയറ്റം ഇങ്ങനെ കയറി മഴ പെയ്തിട്ടേ ആ വഴി പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എടുത്തില്ല. പോകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. ആകെ മണ്ണിടിഞ്ഞിങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റ് പൊങ്ങിയിട്ടാ, സൂര്യൻ പൊങ്ങിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ പൊളിഞ്ഞിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു ഇടയിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ വരല്. കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശിവരാത്രിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ രാത്രി എങ്ങനെയാണെന്ന് അറിയില്ല. റോഡുകളിൽ വരുന്ന വഴിക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ളൊരു സ്പെക്ടാക്കുലർ വ്യൂ ആയിട്ടുള്ളൊരു അടിപൊളി സ്ഥലം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ബാക്കി കാഴ്ചകളിലേക്കും ബാക്കി വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ശരിക്കും പൊങ്ങിയാലാ. ഈ പെരുവമ്മലയുടെ മേലേക്ക് അത് പറഞ്ഞാൽ 3ഓളം വഴിയുണ്ട്. ഇപ്പോൾ ഈ പിന്നിൽ കൂടെ ഉള്ള വഴി, അമ്പലത്തിൻ്റെ പിൻവശത്തുള്ളത് ഈ വഴി. ഇപ്പോൾ സൈക്കിളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു വഴി കൂടെ നമുക്ക് സൈക്കിളൊക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ടുവരാം. അതായത് തള്ളി വരാം. അല്ലാന്നുണ്ടെങ്കിൽ ചവിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ചവിട്ടാം. സിംഗിൾ ഗിയർ ഒന്നും ചവിട്ടാൻ പാടായിരിക്കും. പിന്നെ ഓഫ് റോഡ് ബൈക്കൊക്കെ കയറ്റാൻ പറ്റും. നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ കവാടമുണ്ട്. ഇത് കാരണം നമുക്ക്
പിന്നെ മാത്രമല്ല ബൈക്കിലല്ല വന്നത്, കാറിലാണ് വന്നത്. അപ്പോൾ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ വരുമ്പോൾ ബൈക്കൊക്കെ കടത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. അത് സീ ലെവൽ വിട്ടിട്ട് 100 മീറ്റർ അല്ലെങ്കിൽ 120 മീറ്ററിൽ എണ്ണി നിൽക്കണം. എന്നിട്ട് പോലും എന്തായാലും ഒരു വ്യൂ. അപ്പോൾ ഇത് വല്ല ഇടുക്കിയിലാ വയനാട്ടിലൊക്കെ അത്രയും സീ ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുക എന്തായിരിക്കുന്നു. ഇത് വേറെ പിൻവശത്തെ ചുറ്റുമെന്നുള്ള കാഴ്ച. അവിടെ ഇപ്പോൾ പൊങ്ങിയിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് സൂര്യൻ. ഇവിടെ നിന്നത് ഇങ്ങനെ ആ ഒരു വശം പാടം, പള്ളിയുടെ മിനാരവും എന്താ കാണാൻ ഭംഗി. ഇവിടുന്ന് പള്ളി, പാടം, റോഡൊന്നും കാണുന്നൊന്നുമില്ല. ഹോണടി ഇവിടെ നിൽക്കുകയോ കേൾക്കുന്നുണ്ട്, മനസ്സിലാവണില്ല. ഞാൻ